മണിക്കൂറെങ്കിലും തരണം. ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. ഓപ്പൺ ഫോറം ഒക്കെ ഉണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്. അതിനുശേഷമാണ്. പക്ഷെ ഇപ്പോൾ OICCയുടെ സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് ബാബു കൊടുത്തലാലിനെ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ക്ഷണിക്കുന്നു. ഒരു വാക്കിൽ ഞാൻ ഒരു സെക്കൻഡ്, നമുക്കിപ്പോ അങ്ങനെ ഒരു സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ കഴിക്കുന്ന സമയത്ത് സംടൈം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ അഡ്വൈസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാവും വേണമെങ്കിൽ അല്ല നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ് ആരെയും ഡിലേ ചെയ്യിക്കേണ്ട നോക്കുന്നത്. ഐ എം അവൈലബിൾ. ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. നിങ്ങളൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് ഒക്കെയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ഫോർമലി നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കെ വാക്കിൽ ഞാൻ നന്ദി എന്ന് പറഞ്ഞോട്ടെ. OICCയും സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംയുക്തമായിട്ട് നമുക്കിതിപ്പോഴത്തെ അവസരം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനായ ഡോക്ടർക്ക് ഒരവസരം ഇവിടെ വരുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിഞ്ഞു. അതിന് സംയുക്തമായിട്ട് എല്ലാവരുടെയും നന്ദി പറയുകയാണ്. വേദിയിലിരിക്കുന്ന ഞാൻ പേര് പറയാത്തതിൻ്റെ കാര്യം എല്ലാവരും വിശിഷ്ട അതിഥികളാണ്. അതിനു വേണ്ടിയ സമയം കളയുന്നില്ല. നമ്മൾ വളരെ പരിമിതപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമുക്കിതുപോലുള്ള ഒരവസരം ഒരുക്കി തന്നതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഫുഡുണ്ട്, ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എയർ കണ്ടീഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്ത എല്ലാവരോടെയും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇത്രയും വിജയിപ്പിച്ചത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരാണ്. ഓരോ വ്യക്തികളോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട്, ഇന്ന് സ്വീകരണം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2 മഹാവ്യക്തികളാണ്. ഒന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ മാത്യു കുഴൽനാടൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ജീവൻ പറഞ്ഞു PT തോമസിൻ്റെ കാര്യം. അതായത് നിയമസഭയിലെ എതിർ കക്ഷികളെ നിഷ്പ്രയാസം വാഗ്ദോരി കൊണ്ട് അടിച്ച് നിലംപരിശാക്കുന്നതായിട്ടുള്ള, അതായത് ശരിക്കും പഠിച്ച് അതിനെപ്പറ്റി സംസാരിപ്പാൻ ധാരാളം പേരുണ്ട്. ഇല്ലെന്നല്ല, 140 MLA-മാരുണ്ട്. എന്നാൽ അതിലൊക്കെ ചുരുക്കം ചെറിയ ആളുകളേ ഉള്ളൂ ശക്തമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണകക്ഷിയെ അവർക്ക് എഴുന്നേറ്റ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി വരെ മറുപടി പറയാതെ ഇത് എഴുന്നേറ്റ് പോകുന്ന ഒരവസരമൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മാത്യു കുഴൽനാടനെ പോലുള്ള വ്യക്തികൾ ചെറുപ്രായത്തിൽ ധാരാളം പേരുണ്ട് ഇന്ന് കേരളത്തിൽ. അവരൊക്കെയും വളർന്നു വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇത്ര ശക്തമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട MLA-യോട് ഞങ്ങൾ USA മാത്രമല്ല ഗ്ലോബൽ കോൺഗ്രസിന്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും അതുപോലെ തന്നെ കൂടുതൽ ശക്തി പകരുവാനായിട്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് 3 ഹൂസ്റ്റന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റൊരു സിറ്റിക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 ഒരു മേയർ, ഒരു ജഡ്ജി വിട്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് കിട്ടിയ 3 വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് കയറ്റത്തോട് കയറ്റം, ഇനി എവിടെ വരെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ജെയിംസ് കൂടൽ. അത് കഴിഞ്ഞു ഇപ്പം ഫോമയുടെ പ്രസിഡന്റായിട്ട് മണക്കുന്ന ബേബിച്ചാൻ. അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിലായിരുന്നെങ്കിൽ നമുക്കൊരു MLA കൂടെ കിട്ടിയതിന് മാത്യു കുഴൽനാടന്റെ കൂടെ തന്നെ ശക്തമായ വാഗ്ദാനത്തിൽ ഇതേ ഇരിക്കുന്നു റാന്നിയുടെ MLA. ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും അധികം സമയം കളയാതെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. അതിപ്പോൾ തന്നെ കുഴൽനാടൻ സാറിന് മറുപടി പറഞ്ഞു. എനിക്കതിനകത്ത് അല്പം പ്രയാസമൊക്കെ ചില സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും കേൾക്കാനല്ല, സോമം പറഞ്ഞ പോലെ
അതിന് വിശദീകരണം തന്നുകൊണ്ട് വളരെ നന്ദി. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഉണ്ട്. എന്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒത്തൊരുമയോടെ നിൽക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അത് ഇവിടെ ആയാലും നാട്ടിലായാലും. നമ്മുടെ കോൺഗ്രസിന്റെ ഒരു വലിയ ദൗർബല്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാവശ്യം വരുമ്പോൾ അവർ ഒന്നിച്ച് നിൽക്കും. നമ്മളെ കോട്ടയത്ത് നമ്മൾ കണ്ടു, ചാണ്ടി ഉമ്മനെ ജയിപ്പിക്കുവാനായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അതുപോലെ എറണാകുളത്ത് ഉമ്മ ടീച്ചറെ സംരക്ഷിക്കുവാനും ജയിപ്പിക്കുവാനായിട്ട് നമ്മൾ ഒന്നിച്ചു നിന്നു. പക്ഷേ അടുത്ത ഇലക്ഷൻ വരിക, ഇപ്പോഴേ നമ്മളൊന്ന് ഫ്രഷ് ആകേണ്ട ആവശ്യമുണ്ട്. ഒരു തീരുമാനത്തിലെത്തണം നിങ്ങൾ. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അപ്പം തന്നെ ഇവിടെയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോയി കേരളത്തെ ശക്തിപ്പെടുത്തുവാൻ ജഗദീശ്വരന് എല്ലാവിധ നന്മകളും നേരട്ടെ. മാത്യു സാറിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.